ഹൗള കിച്ചൺ മാജിക് സീസൺ 3യുടെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. മറ്റൊരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്തമായ തേർഡ് റൗണ്ട്. ഒരു മത്സരം എന്നുള്ള നിലയ്ക്ക് പല റൗണ്ട്സിലൂടെയാണ് നമ്മളുടെ മത്സരാർത്ഥികൾ കടന്നു പോകുന്നത്. ഓരോ റൗണ്ടും വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ സർപ്രൈസ് റൗണ്ട്സ് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം മത്സരാർത്ഥികൾ അതിനെക്കുറിച്ച് ഒട്ടും തന്നെ അറിയാണ്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു സർപ്രൈസ്, അവരെങ്ങനെയാണ് അത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്, അപ്പോൾ അവരുടെ ബുദ്ധിയും വൈഭവവും എല്ലാം ഏത് രീതിയിലാണ് അവർ പാചകത്തിൻ്റെ കാര്യത്തിൽ പ്രയോഗിക്കുന്നത്, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്കും ആകാംക്ഷയില്ലേ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ഈ ഒരു റൗണ്ടും കൂടി വളരെ ശ്രദ്ധാപൂർവം കാണുക. കാരണം വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ആയിരിക്കും ഈ റൗണ്ടും കടന്നു പോകുന്നത്. എന്തായാലും കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. അങ്ങനെ ഈ കുക്കീസിൻ്റെ റൗണ്ടിൽ വ്യത്യസ്തമായ പലതരം കുക്കീസുമായിട്ട് നമ്മുടെ മത്സരാർത്ഥികൾ റെഡിയായി നിൽക്കുകയാണ്. ഓരോരുത്തരായിട്ട് വിളിക്കാം. നമുക്ക് നകുലിനെ വിളിക്കാം. നകുൽ, നകുലിൻ്റെ കുക്കീസ്. അപ്പോൾ നകുൽ ശരിക്കും എന്താ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഏത് വർഷമാണ് പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്കീസ് ഉണ്ടാക്കുന്നത്. ഈ കുക്കീസിൻ്റെ പേരെന്താണ്? ഏത് കുക്കിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മെൽറ്റിംഗ് മൊമെൻറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾക്ക് നകുലിൻ്റെ കുക്കി മേക്കിംഗ് എങ്ങനെയാണ് കണ്ടത്? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മെൽറ്റിംഗ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കുക്കീസാണ്. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ബട്ടർ നന്നായി ക്രീം ചെയ്തെടുക്കണം. ബട്ടർ കുറച്ച് ഹാർഡാണ്, നമുക്ക് റൂം ടെമ്പറേച്ചർ ആക്കി എടുക്കണം. ബട്ടർ നന്നായി ക്രീം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പൗഡേർഡ് ഷുഗർ 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിടാം. അപ്പോൾ ഫുള്ളി നന്നായി ക്രീം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ഹാഫ് എഗ് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഹാഫ് എഗ് ആഡ് ചെയ്യണം. ഒന്നുകൂടെ ക്രീം ചെയ്യാം നന്നായിട്ട്. ഇതിനകത്ത് മൈദ ആഡ് ചെയ്യണം. ശരിക്കും ക്രീം ചെയ്തെടുക്കാം.
ഫ്ലേവറിന് ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇതിപ്പോൾ ഒരു നല്ലൊരു ഡോ ആയിട്ടുണ്ട്. നമുക്കതിന് ആ ചോക്ലേറ്റിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഡസ്റ്റിംഗ് ഫ്ലവർ യൂസ് ചെയ്യുക. ഇത് നമുക്ക് ചപ്പാത്തി റോൾ ചെയ്യാൻ നല്ല കുറച്ചൊന്ന് റോൾ ചെയ്തെടുക്കണം. മിനിമം എമൗണ്ട് ഓഫ് ഡസ്റ്റിംഗ് ഫ്ലവർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഈ സൈഡിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് റോൾ ചെയ്യുമ്പോൾ ഈ ചോക്ലേറ്റ് എല്ലാം ഇതിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ട് വന്നോളും. ഈ ഭാഗം ഫുള്ള് ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് രണ്ടായിട്ടിപ്പോൾ ഡിവൈഡ് ചെയ്യാം. ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് ചോക്ലേറ്റ് ശരിക്കും മിക്സ് ആക്കാം. നല്ല എളുപ്പമായിട്ടുള്ളൊരു കുക്കീസാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. ഇത്രയും നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കുക്കീസ് വരില്ല, ഒട്ടി പിടിച്ചിരിക്കും. അത് നമുക്ക് ഓയിലോ ബട്ടർ യൂസ് ചെയ്ത് നമുക്ക് ഗ്രീസ് ചെയ്യാം. ഡിസൈനിന് വേണ്ടി നമുക്ക് അതിൻ്റെ പുറത്ത് ഗാർണിഷായിട്ട് കുറച്ച് കാഷ്യൂസ് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ ഞാനിപ്പോൾ 9 കുക്കീസ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു 220 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ മെൽറ്റിംഗ് മൂമെൻറ്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം.
ചോക്ലേറ്റ് ചിപ്പ് കിട്ടാഞ്ഞിട്ട്? It's actually supposed to be chocolate chips. പക്ഷേ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടായില്ല, സോ ഐ ജസ്റ്റ് വുഡ് ഗ്രേറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു. അതുകൊണ്ട് ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്യും അല്ലേ? അപ്പം മെൽറ്റിംഗ് മൊമെൻറ്റ്സിലെ ചോക്ലേറ്റ്, മെൽറ്റഡ് ചോക്ലേറ്റ്, വെരി ഗുഡ്. പക്ഷെ എന്തായാലും എന്ത് തോന്നുന്നു കൃഷ്ണ, ഇതൊരു 100% പെർഫെക്റ്റ് അല്ല അല്ലേ? ഒട്ടുമല്ല, നോട്ട് 100% പെർഫെക്റ്റ്, പക്ഷെ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു കുക്കി ഫീൽ കിട്ടുന്നുണ്ട്. അതെ അതെ, പ്രോഡക്റ്റ് ഓക്കെയാണ്. ഓക്കെ, ശരി, ഓക്കെ. ഇനി നമുക്ക് സ്മിതയെ വിളിക്കാം. സ്മിത വരും. സ്മിത, ഇത് ചോക്ലേറ്റ് ആൻഡ് കാഷ്യൂ മണ്ടയ്ക്ക് ഇട്ടിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബാറ്ററിൽ. അപ്പോൾ ഇത് ആക്ച്വലി ഈ കുക്കീസിന് എന്താ പേര് കൊടുത്തിരിക്കുന്നത്? ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എന്നാണ് പെട്ടത്, പക്ഷേ ചിപ്പ് മണ്ടയ്ക്ക് വന്നില്ല. ചോക്ലേറ്റ് ചിപ്സ് അല്ലല്ലോ ഇട്ടത്, കട്ട് ചെയ്തല്ലേ, അപ്പോൾ അത് കുറേ മെൽറ്റായി പോകും. കാഷ്യൂസ് ഒന്നുമില്ല ഉള്ളിൽ? ഇല്ല, കാഷ്യൂ ബാറ്ററിൽ ഇട്ടിട്ടില്ല. മേൽഭാഗത്ത് മേളല്ലേ. പക്ഷേ എപ്പോഴും ഭയങ്കര സിമ്പിളായിട്ട് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. ഒരു കുക്കി കളറും വന്നിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി ഇല്ല. ഡിസൈനിങ് അറിയത്തില്ല. ഇല്ല, പക്ഷേ അറിഞ്ഞൊരു ഫീലിംഗ് ആണ്. അറിയുന്ന പോലെയൊക്കെ തന്നെ ചെയ്യുന്ന പക്ഷേ. ഓക്കെ, നന്നായിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാഴ്ചയിലൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് ഒന്ന് കാണണ്ടേ? ഓക്കെ. അപ്പോൾ സ്മിത എങ്ങനെയാണ് ഈ കുക്കീസ് തയ്യാറാക്കിയത് കണ്ടു നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കുക്കീസാണ്. അതിന് വേണ്ട ആവശ്യമായ സാധനം 2.5 കപ്പ് മൈദ, 100 grams ബട്ടർ, പിന്നെ ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട ആവശ്യാനുസരണം, പിന്നെ പഞ്ചസാര 1.25 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ്, പിന്നെ ആവശ്യത്തിന് ചോക്ലേറ്റ് ചിപ്സ്. നമുക്കാദ്യം ബട്ടറും മുട്ടയും കൂടെ ബീറ്റ് ചെയ്യാം പഞ്ചസാര. ഞാനിവിടെ 100 grams അറൗണ്ട് 100 grams ബട്ടർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു 1.5 കപ്പ് ഷുഗറോളം വേണം. നല്ലോണം നമുക്ക് പൊടിക്കാം. ബട്ടർ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ഇത് നല്ലൊരു മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഇടാം. ഓക്കെ, ഇത് നമ്മുടെ ബട്ടറും പഞ്ചസാരയും മുട്ടയും നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും സോഡാപ്പൊടിയും നല്ലോണം ഇടഞ്ഞ് വെക്കാം. ഞാൻ ഇതിനകത്ത് 2.5 കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത്. അതിനൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി മതിയാവും. ഇത് നല്ലോണം ഇടയണം. മൈദയും സോഡാപ്പൊടിയുള്ള മിക്സാണ്. ഇനി നമുക്കിത് മുട്ടയുടെയും ബട്ടറിൻ്റെയും മുട്ട ബട്ടർ പഞ്ചസാര മിക്സിൽ നമുക്ക് കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ്സ് കൂടി ഇടാം.
ബിസ്ക്കറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ബേക്ക് ചെയ്യാൻ നേരം മണ്ടയ്ക്ക് കുറച്ചിടാം. അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചിടാനായിട്ട് കുറച്ച് കാഷ്യൂസ് ചോപ്പ് ചെയ്ത് വെക്കാം. നമുക്കിനി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബാറ്റർ എടുത്ത് ട്രേയിലേക്ക് വെക്കാം. ഓരോന്നായിട്ട് ഉരുട്ടി വെക്കണം. ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത് ബേക്ക് ചെയ്യാൻ നേരം ഇത് ഇച്ചിരി ഫ്ലാറ്റ് ഉണ്ടാവും. ഇത് അറേഞ്ച് ചെയ്ത് നമുക്ക് ഫോർക്ക് ഇട്ട് വരുന്നത് പ്രസ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇട്ടിട്ടുണ്ട്. നട്ട്സ് മണ്ടയ്ക്ക് ഒന്ന് വെറുതെ എടുത്തേ ഫോർക്ക് വെച്ച് പ്രസ് ചെയ്തു. ഇതിൽ എന്തൊക്കെ ചേർന്നു? ബേക്കിംഗ് സോഡ, ബട്ടർ, 1 egg, 1/2 cup sugar, ചോക്ലേറ്റ് ചോപ്പ് ചെയ്തിട്ടു അല്ലേ? ചിപ്സ്. ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്തിട്ടേക്കെന്ന് വെച്ച് കുറച്ച് കാഷ്യൂസ് ഇടാം. ഓക്കെ, ഇതിനി കാഷ്യൂസ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു പ്രീ ഹീറ്റഡ് അവനിലേക്ക് 170 degree Celsius around 20 to 25 minutes. കുക്കീസ് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലിട്ട് സെർവ് ചെയ്യാൻ വെക്കാം. ചോക്ലേറ്റ് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഡെജസ്റ്റിനായിട്ട് സെർവ് ചെയ്യാം. വളരെ കാര്യമായിട്ടൊക്കെ എഫേർട്ടൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. കുക്കിയുടെ ഒരു ക്രിസ്പിനെസ്സും അത്യാവശ്യം നല്ല ഇതെല്ലാം വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ക്രിസ്പി അതല്ല, എന്നാൽ കറക്റ്റ് കുക്കി ഒരു കുക്കി ടെക്സ്ചർ. പക്ഷെ ചോക്ലേറ്റിൻ്റെ രുചി അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല. പക്ഷേ ആ ചോക്ലേറ്റിൻ്റെ ഭാഗം കടിക്കുമ്പോൾ അതായത് നല്ലൊരു ചോക്ലേറ്റ് കുക്കിയുടെ എക്സാക്റ്റ് ഫീല് വന്നിട്ടില്ല. എനിവേ, ഗുഡ് അറ്റംപ്റ്റ്. നമുക്കിനി നിതിൻ്റെ ഇത് എന്ത് കുക്കിയായിരുന്നു? ആൽമണ്ട് ആൻഡ് കാഷ്യൂ. ഇതിൻ്റെ ഷേപ്പ് ആക്ച്വലി എന്താണ് ഉദ്ദേശിച്ചത്? സർക്കിൾ. ഓക്കെ,
ഓക്കെ അപ്പോൾ ആ ഷേപ്പ് കിട്ടിയില്ല, റെക്ടാങ്കിളും പക്ഷെ സർക്കിൾ വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയായിരുന്നു? ബട്ടർ എത്രയാണ്? എത്ര ബട്ടർ ചേർത്ത്? ഫാറ്റ് 1 whole butter 100 grams. അതിന് എത്ര മൈദ ചേർത്തു? മൈദ 150 എടുത്തത്. ഇത്ര ഓക്കെ, 100 grams ഓഫ് ബട്ടർ. യെസ് മാം. അപ്പം നിതിൻ എങ്ങനെയാണ് ഈ കുക്കീസ് തയ്യാറാക്കിയത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാഷ്യൂ ആൻഡ് ആൽമണ്ട് കുക്കിയാണ്. സോ ബട്ടർ നമ്മൾ ക്രീം ചെയ്യണം. അത് ക്രീം ചെയ്യാൻ ഭയങ്കര ഹാർഡാണ്. അത് ചെറുതായിട്ടൊരു നമുക്ക് ചൂടാക്കാം. മെൽറ്റ് ആക്കരുത്, ജസ്റ്റ് ഒരു ചൂട് അത്ര മതി. ഇത് നമ്മൾ ക്രീം ആക്കുക പറഞ്ഞാൽ നല്ലതായിട്ട് സോഫ്റ്റ് ആക്കുക, പേസ്റ്റ് ഫോമിൽ. ആദ്യം ബട്ടർ നല്ലതായിട്ടൊന്ന് പൊട്ടിക്കുക. ഒരുമാതിരി ബട്ടർ പേസ്റ്റ് ഫോം ആകുമ്പോൾ നല്ലതായിട്ടത് റോൾ ചെയ്യാം. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് മാർജറിൻ യൂസ് ചെയ്യാം. അത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ബട്ടർ നല്ലൊരു ഫ്ലേവർ തരും, മാർജിൻ അത്രയും തരില്ല. സോ നമുക്ക് ക്രീം ചെയ്യാം ബട്ടർ. നമ്മൾ ബട്ടർ ക്രീം ചെയ്യുമ്പോൾ, അതായത് ബട്ടർ നല്ലതായിട്ട് സോഫ്റ്റ് ആക്കുക. സോഫ്റ്റ് ആക്കുന്നതിന് നമ്മൾ പൗഡർ ഷുഗർ എടുക്കും. പൗഡർ ഷുഗർ നല്ലതായിട്ട് മിക്സ് ചെയ്യാനാണ് നമ്മൾ ക്രീം ചെയ്യുന്നത്. ബട്ടർ നന്നായി പേസ്റ്റ് ഫോമിലായി. ഇനിയും നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ എപ്പോഴും സ്പൂൺ ബൈ സ്പൂൺ ഇടുക, എന്നിട്ട് ക്രീം ചെയ്യാം. അടുത്ത ലോട്ട് ഷുഗർ ഇടുക. 2 ടേബിൾ സ്പൂൺ ഷുഗർ മതി. 1 നോബ് ബട്ടറിന് നല്ലതായിട്ട് ക്രീം ചെയ്യുക. ഇപ്പം നമുക്ക് കാണാം ബട്ടറിൻ്റെ കളർ മാറുന്നത് ഓഫ് യെല്ലോയിൽ നിന്ന് വൈറ്റായി വരുന്നു. ദാറ്റ് മീൻസ് ക്രീമിംഗ് മെത്തേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രീമിങ് കഴിഞ്ഞു. അതായത് ഷുഗർ നല്ലതായിട്ട് മിക്സായി ബട്ടറായിട്ട്. നെക്സ്റ്റ് നമ്മുടെ ബേസാണ്. ബേസ് കാഷ്യൂനട്ട്, ആൽമണ്ട്. ഇത് രണ്ടും നമ്മൾ ബട്ടറിൽ ചെറുതായിട്ടൊരു മാക്സിമം 30 സെക്കൻഡ്സ് ഒരു സോട്ടേ ചെയ്യും. അതായത് അതിൻ്റെ ഫ്ലേവർ വെളിയിലോട്ട് വരാൻ. കാഷ്യൂനട്ട് ഇടാം, അത് കഴിഞ്ഞ് ആൽമണ്ട്സ്, മാക്സിമം 30 സെക്കൻഡ് ഒരു സോട്ടേ മതി. റെസ്റ്റ് നമ്മൾ അവനിൽ കുക്കാവുന്നത് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ നല്ലതായിട്ട് കിട്ടാൻ. പിന്നെ ആ ബൈറ്റ്. ഇപ്പം ഐ ക്യാൻ ഫീൽ ദറ്റ് അറോമ. അതായത് നമ്മുടെ ആ കാഷ്യൂനട്ടും പിന്നെ ആൽമണ്ട്സിൻ്റെ ആ ഫ്ലേവറും പിന്നെ അറോമ വെളി വരാൻ തുടങ്ങി. ഈ കളർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതായത് ഇതിൽ കൂടെ കൂടി കഴിഞ്ഞാൽ കാഷ്യൂനട്ടും ആൽമണ്ടും ബ്രൗൺ ആവും. അത് ആവാൻ പാടില്ല. ഇത് നമ്മുടെ റിഫൈൻഡ് ഫ്ലവർ, അതായത് മൈദ. ഇതിൽ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ, ഒറ്റൊരു പിഞ്ച് മതി. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ എടുത്തത് 1 മുട്ടയാണ്. എനിക്ക് ആവശ്യം ഹാഫ് ഉള്ളതാണ്. ഹാഫ് മാത്രം മതി എനിക്ക്, അക്കോർഡിംഗ് ടു ക്വാണ്ടിറ്റി. അടുത്ത നമുക്ക് ഫ്ലവർ ഇടാം. മിക്സ് ചെയ്യാം.
നല്ലതായിട്ട് ഫ്ലവർ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഓഫ് വൈറ്റ് കളർ വരും. ഓഫ് വൈറ്റ് കളറിൽ വരുമ്പോൾ ഹാഫ് എഗ് ആഡ് ചെയ്യാം. എഗ്ഗ് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ എഗ്ഗ് പ്രോപ്പറായിട്ട് മിക്സ് ആയില്ലെങ്കിൽ നമ്മുടെ എൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് വരുമ്പോൾ ആ മുട്ടയുടെ ലംപ്സ് കാണും. അതുകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഏതൊരു ബേക്കറിയുടെ ഇൻഗ്രീഡിയൻറ്റ് പ്രോപ്പറായി വരണമെങ്കിൽ നമ്മളത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മെത്തേഡ് പ്രോപ്പറായിരിക്കണം. ബേക്കറിയിൽ ഷോർട്ട് കട്ട് പറ്റില്ല ഒരിക്കലും. പിന്നെ ദ വെയ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻറ്റും എക്സാക്ട്ലി പ്രോപ്പറായിരിക്കണം. ടെമ്പറേച്ചർ പ്രോപ്പറായിരിക്കണം. സോ നമ്മൾ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്യുക. ലംസ് ഒന്നും വരാൻ പാടില്ല. വുഡൻ സ്പൂട്ട് ബാറ്റിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് എഗ്ഗ് നല്ലതായിട്ട് മിക്സായി. അതായത് എഗ്ഗ് നല്ലൊരു ബൈൻഡർ ഏജൻറ്റാണ്. അപ്പം നല്ലതായിട്ട് കോട്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ കാഷ്യൂനട്ടും ആൽമണ്ട്സും ബട്ടറിൽ സോട്ട് ചെയ്ത് അത് ഇടുക. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. വളരെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, എഗ്, ഫ്ലവർ, ബട്ടർ എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായി. ഇത് നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വിടണം. അടുത്തത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്, അതായത് ബേക്കിംഗ്. അപ്പം ബേക്കിംഗ് ട്രേ എടുത്തു. പിന്നെ ഇച്ചിരി ഓയിൽ കയ്യിൽ തൂത്തിട്ട് ട്രേയിലോട്ട് തേക്കുക. അധികം ഫാറ്റ് വേണ്ട, ജസ്റ്റ് ലൈറ്റ്ലി ഒന്ന് കോട്ട് ചെയ്യാൻ. അതായത് അവൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ പ്രൊഡക്റ്റിൽ ബാധിക്കാൻ പാടില്ല, കരിയാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ജസ്റ്റ് ഒരു കോട്ടിങ്. ഇത്രയും മതി. നെക്സ്റ്റ് നമ്മൾ കുക്കി ഇടാൻ പോവാണ്. സൈഡിലെല്ലാം ഒന്ന് താഴോട്ടാക്കി എല്ലാം ഒരു സൈഡിലോട്ടാക്കുക. ഹാൻഡ് ചെറുതായിട്ടൊന്ന് വെറ്റാക്കുക. ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷനുണ്ട്. നമ്മുടെ ഹാൻഡ്സ് ഡേർട്ടി ആക്കാതെ തന്നെ നമ്മൾ ഈ ബട്ടറിൽ സോട്ട് ചെയ്ത ആൽമണ്ടും കാഷ്യൂനട്ടും വേറെ, പിന്നെ നമ്മുടെ ഈ ബേസ്, അതായത് മുട്ട, ഫ്ലവർ എല്ലാം കൂടെ പൈപ്പിംഗ് ബാഗിലിട്ട് പൈപ്പ് ചെയ്ത് അതിന് മണ്ടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻസും ഉണ്ട്. ഫൈനൽ ടച്ചപ്പ്, അതായത് അതിൻ്റെ ഷേപ്പ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഗാർണിഷാണ്. അപ്പം ആൽമണ്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഡെക്കറേഷൻ, അതായത് ഗാർണിഷ് എന്ന് പറയും. ഇത് ചോപ്പ് കാഷ്യൂനട്ട് ആൻഡ് ആൽമണ്ട്, ചോക്ലേറ്റ് ഗ്രേറ്റഡ് എന്ന് പറയും. അടുത്ത് ചോക്ലേറ്റ് ആണ് ഇടാൻ പോകുന്നത്. ചോക്ലേറ്റ് ഗ്രേറ്റഡ്. നമ്മുടെ ലാസ്റ്റ് ബേക്കിംഗ് പാർട്ടാണ്. സോ നമ്മുടെ കാഷ്യൂ ആൻഡ് വാൾനട്ട് കുക്കീസ് റെഡിയാണ്.
നമ്മുടെ ബേക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 200 ഡിഗ്രി സെൽഷ്യസ് ഞാൻ 10 മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്തു. നൗ അത് 180 കുറയ്ക്കുക. മാക്സിമം 10 മിനിറ്റ്സ് മതി. നമ്മുടെ കാഷ്യൂ ആൽമണ്ട് ബിസ്ക്കറ്റ് റെഡിയാണ്. വിത്ത് ഗാർണിഷ് കാഷ്യൂ ആൻഡ് ആൽമണ്ട്സ് തന്നെ. കൺസിസ്റ്റൻസി പ്രോബ്ലം. ആ കൺസിസ്റ്റൻസി ശരിയായില്ല തോന്നുന്നു. അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ പരന്നിങ്ങനെ വേറൊരു ഷേപ്പിലായി പോയത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ കുക്കിയുടെ ആ കറക്റ്റ് ടെക്സ്ചർ വന്നിട്ടില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിവേ നോക്കാം. അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ടായ കുക്കി റൗണ്ട്. കുക്കീസിൻ്റെ വെറൈറ്റീസ്. നിങ്ങൾ 10 കണ്ടസ്റ്റൻസ് ആണ് മത്സരിച്ചത്. 2 ആൾക്കാർ ഓൾറെഡി ഫ്രീസറിലാണ്. അപ്പോൾ ഇത് സീരിയസ് കോമ്പറ്റീഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മത്സര സ്വഭാവം നിങ്ങൾ കണ്ടു തുടങ്ങി. നമ്മളുടെ ടേസ്റ്റിംഗ് കഴിഞ്ഞു. 10 വെറൈറ്റീസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൃഷിക്ക് എന്താ തോന്നുന്നത്? നമ്മൾ വിചാരിച്ച പോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൗണ്ടിലായതുകൊണ്ട് കുക്കീസ് ഒരു പരിധി വരെ നന്നായിട്ടുണ്ട് എന്ന് പറയാം. എന്നാലും ചിലവരൊക്കെ നോട്ട് അപ് ടു ദ മാർക്ക് അല്ലേ. എനിവേ നമുക്ക് അതിലിപ്പോൾ ഞങ്ങൾ ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിലിപ്പോൾ 10 പേരിൽ നിന്നും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ഏറ്റവും നല്ല ഒരു ഏതാണ്ട് നല്ല മാർക്ക് കിട്ടിയ ഒരു 4 ആൾക്കാരെ നമ്മൾ ടോപ്പ് 4 എന്ന് പറയാം. ആൾക്കാരെ മാറ്റുന്നു. അതാരൊക്കെയാണ്? കുക്കീസ് നന്നായി വന്നിട്ടുണ്ട്. നല്ല കമൻസ് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഏറ്റവും ബെസ്റ്റ് കുക്കി ഉണ്ടാക്കിയ ആള് ബെസ്റ്റ് 4 ആയിട്ട് തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ബെസ്റ്റ് 4 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏറ്റവും ആദ്യത്തെ മാർക്ക് കിട്ടിയിരിക്കുന്നത് രശ്മിക്ക് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് നമ്മൾ പറയാൻ. രശ്മി. ഓക്കെ, ഫസ്റ്റ് ഓക്കെ. രശ്മിക്ക് ഞാൻ 30-ൽ 25 മാർക്കാണ് തന്നിരിക്കുന്നത്. രശ്മിക്ക് 15 out of 20. Total is 40 marks. രശ്മി ഇങ്ങനെ ജൈത്ര യാത്ര തുടരുകയാണ്. തേർഡ് റൗണ്ടിലും മിടുക്കിയായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ നല്ല കാര്യം. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇനി സെക്കൻഡ്. ആദ്യത്തെ 4 ആൾക്കാരിൽ സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുന്നത് റെയ്നോൾഡ്. റെയ്നോൾഡിന് ഒരു ലക്ക് കൂടി ഉണ്ടായി. എന്നാൽ പോലും ഇറ്റ് വാസ് എ ഗുഡ് കുക്കി. അത് സംശയമൊന്നുമില്ല. ഞാൻ 23 മാർക്ക് തന്നിട്ടുണ്ട്. ഞാൻ 14 out of 20. ടോട്ടൽ ഇസ് 37 മാർക്സ്. ആദ്യത്തെ 4 പേരുടെ കൂട്ടത്തിൽ സെക്കൻഡ് ആയിട്ട് വന്നിക്കാം. ഇനി മൂന്നാമത് വിളിക്കേണ്ട ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതാരാണ്? ആരോമല്ലോ? തീരുമാനമായോ? എനിവേ, സ്മിത പ്രതീക്ഷിച്ചില്ല തോന്നുന്നു. ഔട്ട് ഓഫ് 30 ഞാൻ 21 മാർക്കാണ്. ഞാൻ ഔട്ട് ഓഫ് 20 13 മാർക്ക്. ആൻഡ് ടോട്ടൽ ഈസ് 34. 34 മാർക്ക് 50-ൽ. ഇനി ഒരാളും കൂടിയുണ്ട്. ആ ഒരാളെന്ന് പറയുന്നത് നകുലാണ്. നകുലിന് ഞാൻ ഔട്ട് ഓഫ് 30 19 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നകുൽ ഔട്ട് ഓഫ് 20 12 മാർക്ക്. ആൻഡ് ടോട്ടൽ ഈസ് 31 മാർക്സ്. ഓക്കെ, അപ്പോൾ നകുലും 4 പേരുടെ കൂട്ടത്തിൽ കയറി കഴിഞ്ഞു. ഇനി ഉള്ള ഒരു 4 പേര് നമ്മളിപ്പോൾ ആദ്യത്തെ 4 എന്ന് പറഞ്ഞു, ലാസ്റ്റ് 4 എന്ന് പറഞ്ഞ് 4 പേരെ കാറ്റഗറൈസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ
ഇടയ്ക്ക് 2 ആൾക്കാർ വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. ഒരു ചെറിയ മാർജിനിൽ ഇതിൽ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ. ലാസ്റ്റ് 4നെ പറയാം. ലാസ്റ്റ് 4 ആയിട്ട് വരുന്നത് ആരതി, അശ്വതി, ഷഫീല ആൻഡ് നിതിൻ. അപ്പോൾ 2 ആൾക്കാർക്കും കൂടി ഇങ്ങോട്ട് വരാം. ദാറ്റ് ഈസ് 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ആരോമൽ ആൻഡ് അനദർ വൺ ഇസ് ചിന്നു. നിങ്ങളുടെ 2 പേരുടെ പെർഫെക്റ്റ് കുക്കീസ് ഒന്നും അല്ലായിരുന്നു. ഒരാളുടെ വളരെ സോഫ്റ്റ് ആയിരുന്നു, പക്ഷേ ഇത്രത്തോളം സോഫ്റ്റ് അല്ല, ബെറ്റർ ആൻഡ് ക്രിസ്പി ആയിരുന്നു, പക്ഷേ ഫ്ലേവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലസ് പോയിന്റ്. ഇത് ടു ക്രിസ്പി ആൻഡ് ടു സോഫ്റ്റ്. പക്ഷേ ഒരാൾക്കൊരു ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു, ഒരാൾക്കൊരു തേങ്ങയുടെ നല്ല സ്വാദം. അതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്, അത്രേ ഉള്ളൂ. ആരോമലിന് ഞാൻ 18 മാർക്കാണ് തന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 30. ആരോമൽ 12 out of 20. ടോട്ടൽ ഇസ് 30 മാർക്സ്. 30 മാർക്ക്. അപ്പോൾ ആരോമൽ ഇങ്ങോട്ട് വന്നോളൂ. ആൻഡ് ചിന്നുവിന് ഞാൻ 30-ൽ 16 മാർക്കേ തന്നു. ഓക്കെ, ചിന്നുവിന് 20-ൽ 10 മാർക്ക്. അങ്ങനെ 26 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ രക്ഷപ്പെട്ടു എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയൊന്നും പോരാ, ഇനി ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ ഇതിലിപ്പോൾ നിതിൻ, ആരതി, അശ്വതി ആൻഡ് ഷഫീല 3 ആൾക്കാർ ഇതിനകത്തുണ്ട്. 4 പേരും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീസറിൽ പോകേണ്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് എണ്ണമൊന്നും വിഷയമല്ല, ഫ്രീസറിൽ പോകേണ്ട സമയമായാൽ പോകുക എന്നുള്ളതാണ്. ഓൾറെഡി 2 ആൾക്കാർ ഫ്രീസറിൽ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. അവിടെ 4 പേർക്കുള്ള സ്പേസ് ഉണ്ട്, അപ്പോൾ 6 പേരാകുകയും ചെയ്യും. എങ്കിലും ഒരാളെ ഇതിൽ നിന്ന് ഞങ്ങൾ സേഫ് സോണിലേക്ക് വിടാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 3 പേര് പോയാൽ മതി, ഒരാൾ സേഫ് സോണിലോട്ട് മാറും. അതെ, ഇതിൽ ആരായിരിക്കും ആ ഒരാൾ? ആരായിരിക്കും ആ ഒരാൾ സേഫ് പോകാൻ സാധ്യത? ചിന്നുവായിരിക്കും, ഷഫീലായിരിക്കും, അശ്വതിക്കും. ഇത് രണ്ടിലായി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പം ആരെങ്കിലും ഒരാളെ രക്ഷിച്ചേ പറ്റൂ. ഒരാളെ വിടാം. ആരെ വിടണം? ഏതാണ്ട് സിമിലറായിട്ട് നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ആരെ വേണമെങ്കിലും വിടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെ രക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടോ? പോയിക്കോട്ടെ എന്ന് പറയാൻ. ഫ്രീസറിൽ വിടാതെ സേഫ് സോണിലേക്ക് വിടാൻ ഒരാളുടെ, ഈ നിങ്ങൾ നിൽക്കുന്നതിൽ ഒരാളുടെ പേര് പറയും. പൈനാപ്പിൾ ഇട്ട ആളല്ലേ, അതുപോലെ ചോദിക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാളെ ഫ്രീസറിൽ വിടണമെങ്കിൽ ആരെ വിടും? അശ്വതിയുടെ ചോയ്സ്. കൺഫ്യൂഷൻ ആയില്ലേ? അപ്പോൾ ഇതാണ് യഥാർത്ഥ ഫ്രണ്ട് ആരെന്ന തിരിച്ചറിവ്. അപ്പോൾ പറയും എന്നെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. പറയാതെ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടി. ഓക്കെ, ശരി, നമ്മൾ സസ്പെൻസ് ബിൽഡപ്പ് ചെയ്യുന്നില്ല. ഷഫീല പ്ലീസ്. ഷഫീല ഞങ്ങൾ രക്ഷിച്ചു വിട്ടിരിക്കുകയാണ് സേഫ് സോണിലേക്ക്. ഷഫീലയുടെ മാർക്ക് ഞാൻ 15 മാർക്ക് തന്നിട്ടുണ്ട് ഔട്ട് ഓഫ് 30. ഞാൻ 10 out of 20. ടോട്ടൽ ഇസ് 25 മാർക്സ് ഔട്ട് ഓഫ് 50. സേഫ്. ഇനി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ 3 പേരും ഫ്രീസറിലേക്ക് പോവാണ്. അതിൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ പറയാനാണെങ്കിൽ അശ്വതിക്ക് 14 മാർക്ക് തന്നിട്ടുണ്ട് 30-ൽ. അശ്വതിക്ക് 9 out of 20. ടോട്ടൽ ഇസ് 23 മാർക്സ്. ആൻഡ് ആരതിക്ക് ഞാൻ 13 മാർക്കാണ് തന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 30. ആരതിക്ക് ഞാൻ 9 out of 20. ടോട്ടൽ ഇസ് 22 മാർക്സ്. ആൻഡ് ഏറ്റവും കുറച്ച് മാർക്ക് നിതിനാണ്. നിതിന് 30-ൽ ഞാൻ 10 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. നിതിന് 20-ൽ ഞാൻ 8 മാർക്ക് തന്നു. ടോട്ടൽ ഇസ് ഓൺലി 18 മാർക്സ്. അപ്പോൾ നിങ്ങൾ 3 ആൾക്കാർ ഫ്രീസറിലേക്ക് പോകും. ഫ്രീസർ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് അല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാം. സ്റ്റാർട്ടിങ് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ മിടുക്കരായിട്ട് തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ രസകരമായ രീതിയിൽ തന്നെ നമ്മളുടെ ഒരു റൗണ്ടും കൂടി അവസാനിച്ചിരിക്കുകയാണ്. 3rd റൗണ്ട് രസകരമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിൽ ഒരുപാട് ആൾക്കാർ ഫ്രീസറിലേക്ക് പോയൊരു റൗണ്ടാണ്. അപ്പോൾ 2nd റൗണ്ട് തൊട്ട് ഫ്രീസറിലേക്കുള്ള തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 മത്സരാർത്ഥികൾ ഫ്രീസറിലാണ്. അപ്പോൾ ഇനി ആ വിശേഷങ്ങളും എല്ലാം കാണാം. നമ്മളുടെ മത്സരം തീരുന്നില്ല, ഇത് മത്സരമാണല്ലോ. അതുകൊണ്ട് ഓരോ റൗണ്ടും ഓരോ കടമ്പയായിട്ട് കണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ കാത്തിരുന്ന് കാണുക. അതുവരെ ഗുഡ് നൈറ്റ്.